കേരള പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയ സമസ്യയാണ്. അത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന വിഷയമാണ്. ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഈ ലോകം മുഴുവൻ ഇന്ദിരയെ വെറുക്കുമ്പോൾ കേരളത്തിൽ ഇന്ദിരയ്ക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ, ഇലക്ഷൻ നടക്കുമ്പോൾ കേരളം ഇന്ദിരയ്ക്കൊപ്പം നിൽക്കുന്നു. ഇന്ത്യ മുഴുവൻ ഇന്ദിരയ്ക്കെതിരെ വോട്ട് ചെയ്യുമ്പോഴും കേരളം മാറി ചിന്തിക്കുന്നു. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും. ഈ വാഴവിളയിലെ കാറ്റെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇത് എങ്ങോട്ട് എപ്പം പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. കേരളത്തിലെ ജനത നമ്മൾ അടുക്കളയിലും അതുപോലെ തന്നെ ബാർബർ ഷോപ്പിലും ചായക്കടയിലും ഒക്കെ രാഷ്ട്രീയം പറയുന്ന വലിയ രാഷ്ട്രീയ സഹിഷ്ണുതയുള്ള ജനതയായിട്ട് നിലനിൽക്കുമ്പോഴും നമ്മൾ ഒരു സ്പേസ് പോലും ഇലയിട്ടിരിക്കാൻ പോലും വർഗീയതയ്ക്ക് കൊടുക്കാതിരിക്കുന്ന അഭിമാനമുള്ള രാഷ്ട്രീയത്തിൻ്റെ ഉടമകളായിട്ടൊക്കെ ഇരിക്കുമ്പോഴും ചില കാര്യങ്ങൾക്ക് പുറകെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോവും. ഈ കാള കയറൂരി പോകുന്ന കാളയുടെ വായൊക്കെ ഈ കയറി പിടിച്ചുകൊണ്ട് ഓടുന്നത് പോലെ ഒരു പോക്കങ്ങ് പോകും. നമ്മൾ ചില പെണ്ണുങ്ങളുടെയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ സരിത സ്വപ്ന എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നു. ഇത് അതുപോലെ തന്നെയാണ്. ഇത് മാധ്യമങ്ങളൊക്കെ ആണെങ്കിൽ വണ്ടി വിളിച്ചാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു വിപ്ലവ നായികയായിട്ടൊക്കെയാണ് കേരളം ഏറ്റെടുത്തത്. അതിനുശേഷം സുരേഷ് ഗോപി എന്ന് ചെറിയൊരു അടക്കം പറയുന്നു. എന്താ പറഞ്ഞെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. തൃശ്ശൂരേക്ക് കൊണ്ടുപോകുമെന്നോ എന്തുവെന്നൊന്നും അറിഞ്ഞുകൂടാ. അതിനുശേഷം ഇപ്പോൾ അവർ കൈ കൊട്ടിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പിന്നെ എത്രയൊക്കെ നിയന്ത്രിച്ചാലും അവരുടെ മനസ്സിൽ നിന്ന് തികട്ടി അങ്ങ് വന്നുപോയി, ഞാൻ പണ്ടേ കോൺഗ്രസ്സുകാരിയാണെന്നുള്ളത്. അതുപോലെ തന്നെ അവർ കൈ കൊട്ടി ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പം മറിയക്കുട്ടിയുടെ വിപ്ലവ നായികയായിട്ട് കൊണ്ടു നടന്നവരൊക്കെ തലയും കൊണ്ടിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ